നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചു മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് സംശയമുണ്ട്. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. അജീഷ്, ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ എന്താണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. അതായത് ഈ സമാധി ഇരുത്തിയ ആ പൊസിഷനിൽ തന്നെയാണ് ഇൻക്വസ്റ്റ് ഇപ്പോൾ ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമാധി ഇരുത്തിയിരിക്കുന്നത്, അതായത് ആ തപസ് രൂപത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ ആദ്യമേ മൊഴി നൽകിയത്. ആ രൂപത്തിൽ തന്നെയാണ് മൃതദേഹം ഈ കല്ലറ തുറന്നപ്പോൾ ഉണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നത്. ശരീരത്തിൽ അതേപോലെ കഴുത്തിൽ ഒരു രുദ്രാക്ഷ മാലയുണ്ടായിരുന്നു. കൂടാതെ കാവ്യ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല മറ്റ് പൂജാദ്രവ്യങ്ങളും, മാത്രമല്ല കഴുത്തറ്റം വരെ ഭസ്മവും മൂടിയിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്, അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ കൂടാതെ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സയന്റിഫിക് എക്സ്പേർട്ടുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ മൃതദേഹത്തിൻ്റെ ഒരു പ്രാഥമിക പരിശോധന നടത്തി കഴിഞ്ഞു. മൃതദേഹത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹമാണ്. സ്വാഭാവികമുണ്ടാകുന്ന ചില കാലപ്പഴക്കം മാത്രമാണ് ശരീരത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും സ്പോട്ട് ഓട്ടോപ്സി ഉണ്ടാകില്ല, കാരണം ശരീരത്തിൽ അധികം അഴുകലൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വിശദമായ പരിശോധനയടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആയിരിക്കും ലഭ്യമാവുക. മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടുകയുള്ളൂ. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന, രാസപരിശോധന അടക്കം നടത്തേണ്ടത് ഉണ്ടാകാം. ചിലപ്പോൾ എങ്ങനെയാണ് മരണം സംഭവിച്ചത്, അത് അവിടെ ഇരുത്തിയതിന് ശേഷമാണോ മരണം ഉണ്ടായത്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണോ അവിടെ കൊണ്ട് ഇരുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തണമെങ്കിൽ പോലീസ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങും. എന്നാൽ മാത്രമേ എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നുള്ള വ്യക്തമാവുള്ളൂ. അങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കുടുംബങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഭാര്യയും മക്കളെയും അടക്കമുള്ള കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. എന്തായാലും ഇപ്പോഴും ഏതാണ്ട് ഒരു നൽകിയത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായി സജോ ദേവസി കൂടി ചേരുന്നു. സജോ, പറയൂ. SKN ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ആ വിവരം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് സ്പോട്ട് ഓട്ടോപ്സി ഇല്ല, പോസ്റ്റ്മോർട്ടം. മൃതദേഹം നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം, വിശദമായ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടക്കുക അവിടെയായിരിക്കും. പോലീസ് സർജൻ സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ വാഹനത്തിൽ കണ്ടത് പോലീസ് സർജൻ മടങ്ങുന്നതാണ്. അദ്ദേഹം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇനിയിപ്പോൾ പോലീസ് സർജന്റെ സാന്നിധ്യം ആവശ്യമില്ല. പ്രധാനമായും ഇവിടെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളാണ്. ഇതിൽ പ്രാഥമികമായി സർജന്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അവിടെ ഒരു പ്രൈമറി എക്സാമിനേഷൻ നടത്തി അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക, അവിടെ മോർച്ചറിയിൽ തന്നെ അങ്ങോട്ടേക്ക് മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അവിടെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് സ്പോട്ടിൽ തന്നെ വെച്ച് നടത്തുന്ന കേസുകളുണ്ട്. സാധാരണഗതിയിൽ വല്ലാത്ത നിലയിൽ അഴുകിയ നിലയിലോ മറ്റോ ആണ് മൃതദേഹം ഉള്ളത് എങ്കിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് പതിവുള്ളതാണ്. പല ക്രൈമുകളിലും അത്തരം സംഭവങ്ങൾ വളരെ സ്വാഭാവികമായി തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിന് ഒരു പ്രശ്നമില്ല, അങ്ങനെ എന്തെങ്കിലും ആ കാര്യം അവശേഷിക്കുന്നില്ല. അതേസമയം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരിച്ച് അയക്കുക എന്നിവയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അതായത് ഇതിൽ അവശേഷിക്കുന്ന ദുരൂഹതകൾ, സംശയങ്ങൾ ഒക്കെ നീക്കുന്നതിന് വേണ്ടി അത്തരം പരിശോധനയാണ് ആവശ്യമുള്ളത്. ആ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ കേസിന്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള ദുരൂഹത നീക്കാൻ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ സമ്പൂർണ്ണമായ വ്യക്തത വന്നിരിക്കുന്നു. പോലീസ് സർജൻ സംഭവ സ്ഥലത്ത് നിന്ന് അക്കാര്യത്തിലൊരു തീരുമാനമെടുത്തതിനു ശേഷം മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സീൻ മാസ്റ്റർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ, അത് ചിത്രീകരിക്കുന്നതടക്കമുണ്ട്, അപ്പോൾ പൂർത്തീകരിച്ചാൽ നേരെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. ആ കാര്യത്തിലൊരു സമ്പൂർണ്ണമായ വ്യക്തത വന്നിരിക്കുകയാണ്. SKN വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തും എന്ന കാര്യത്തിൽ തീർപ്പ് വന്നിരിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി ആംബുലൻസിലൂടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത. ഇരിങ്ങാലക്കുടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ചുറ്റിക്കൊണ്ട് 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേകാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.
തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിലാണ് ഈ സംഭവം ഉണ്ടായത്. വളരെ സങ്കടകരമായ വാർത്തകളാണ് ഇന്ന് രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി എന്ന വാർത്ത വരികയാണ്. ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വിവാദങ്ങൾ ഒന്നൊന്നായി ഒഴിയുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി വരുന്നതോടെ മരണത്തിൻ്റെ ദുരൂഹതയും മാറും. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായി ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ സാമുദായിക താല്പര്യങ്ങളും വികാരപരമായ വിക്ഷോഭങ്ങളും ഉണ്ടാക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്നലത്തെ ഹൈക്കോടതി വിധിയോടെ അതെല്ലാം അവസാനിക്കുകയും ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദുരൂഹത നിറഞ്ഞൊരു മരണത്തിൽ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അനിവാര്യമാണ് എന്ന നിയമത്തിൻ്റെ വീക്ഷണം കോടതി സാക്ഷ്യപ്പെടുത്തിയതോടെ യഥാർത്ഥത്തിൽ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങി. മാത്രവുമല്ല, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സംഘടനകൾ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും കുടുംബാംഗങ്ങൾ പോലും ഇത്തരം വിവാദങ്ങൾക്ക് നിന്നുകൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ സംസ്ഥാന പോലീസിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ചെറിയ നേട്ടം കൂടിയാണിത്. കാരണം കനത്ത പോലീസ് സുരക്ഷയിൽ ഒരു വിവാദവുമില്ലാതെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ വിവാദ പ്രസ്താവനകൾ വരുന്ന ചുറ്റുപാടിൽ പോലും അതിനെല്ലാം പഴുതില്ലാത്ത രീതിയിൽ പഴുതടച്ച് ഈ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താൻ കഴിഞ്ഞു. മരണത്തിൻ്റെ എല്ലാ ദുരൂഹതകളും അവസാനിപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപൻ സ്വാമിയുടെ കഴുത്തിൽ ഒരു രുദ്രാക്ഷ മാലയുണ്ടായിരുന്നു. മൃതദേഹം കാവ്യ വസ്ത്രത്തിൽ പൊതിഞ്ഞാണ് കണ്ടത്. കാവ്യ വസ്ത്രത്തിന് മുകളിൽ കഴുത്തറ്റം വരെ ഭസ്മം നിറച്ചായിരുന്നു അദ്ദേഹത്തിനെ സമാധി ഇരുത്തിയത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയത് എന്നാണ് കുട്ടികൾ മൊഴിയിൽ പറഞ്ഞത്.